പിഷാരടി ചേട്ടനെ മയക്കിയ പാട്ടെന്ന് പാടാൻ പറ്റുമോ? പേരെന്ന് പറഞ്ഞ അമ്മയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ആ നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. ചേട്ടാ ചേട്ടാ കാട്ടൂറും ചേട്ടാ വെറൈറ്റി കരച്ചിലൊന്ന് കാണിച്ചേ. കുട്ടിയായ യൂണിവേഴ്സിലേക്ക് വന്നു. ചിക്കൻ രാത്രിയിലെ ചേച്ചി പെണ്ണ എല്ലാരോടും സംസാരിക്കുന്ന ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. രാത്രിയിലെ മന്ദത്ത വായുന്ന കുതിരയിൽ നാണിച്ച കയ്യേൽക്കടാ മതി വാടി. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയില് പിഷാരടി ചേട്ടനെ വരെ മയക്കിയൊരു സുന്ദരി കുട്ടി എന്റെ കൂടെ ഇരിപ്പുണ്ട്. ആ പേരെന്ന് പറഞ്ഞ് സരസിത ഷിജു. അടിപൊളി പേരാണല്ലോ. ആ പിഷാരടി ചേട്ടനെ മയക്കിയ പാട്ടെന്ന് പാടാൻ പറ്റുമോ? ആ പാടാൻ പറ്റും. പാടിക്കേ. ചിരിക്കാത്തതെന്തേ വിഷുവോനെ നിന്നുള്ളിൻ ബേക്കറിയോ ബോണ്ടയോ, ഓ ബേക്കറിയോ ബോണ്ടയോ, ഒന്നു ചിരിക്കൂ എന്റെ പുഷ്മോനെ, ഒന്നു ചിരിക്കൂ എന്റെ പുഷ്മോനെ, ഒരു വട്ടം ചിരിക്കൂടെ, ഒരു വട്ടം ചിരിക്കൂടെ, ചിരിക്കൂ 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 ചിരിക്കൂ. അടിപൊളി. താങ്ക് യു. ഇതൊക്കെ ആരാ പഠിപ്പിച്ചെന്നെ? പപ്പയാണോ പഠിപ്പിച്ചെന്നെ? എല്ലാ സ്റ്റാൻഡപ്പ് കോമഡിയും പപ്പയാണോ പഠിപ്പിച്ചെന്നെ? അപ്പൊ എങ്ങനെ ഇരുന്ന് പഠിക്കുക ഇതൊക്കെ? ഞങ്ങൾ ഇരുന്നും എഴുതിയും പിന്നെ പപ്പ പഠിപ്പിച്ചും പപ്പ ബോസിനകത്ത് കേൾപ്പിച്ചു. ബോസിനകത്ത് കേൾപ്പിച്ചു തരുമോ? റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു തരും. അപ്പൊ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കും അല്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? രാത്രി പെട്ടെന്നൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഞാനിത് പറയട്ടെ, സ്റ്റാൻഡപ്പ് കോമഡി പറയട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരൊക്കെ ഉറക്കായിരിക്കും എന്നാ പറഞ്ഞോന്ന് പറയുന്നു. അവരൊക്കെ ഉറക്കത്തിലാണെങ്കിലും എന്താ പറയാ, സരസിത എന്ത് ചെയ്യുന്ന വെച്ചാ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി പഠിച്ചിട്ട് പറയുന്ന പറഞ്ഞു. ആണോ? പപ്പയുടെ ആഗ്രഹം എന്താ? ഞാൻ എല്ലാം കോമഡിക്കാരിയാവണമെന്നാണ് ഇഷ്ടം. ആരെ പോലെ ആവണം ഇഷ്ടം? എനിക്ക് സിനിമാ നടിയെ പോലെ ആവണം. സിനിമാ നടീനെ പോലെ ആവണോ? ഇപ്പോഴും സിനിമാ നടീനെ പോലെ ആണല്ലോ ഇരിക്കുന്നേ. മഞ്ജു ആന്റീനെ ഇഷ്ടാണോ അവിടെ? ഭയങ്കര ഇഷ്ടാണോ? മഞ്ജു ആന്റിയും നസീറങ്കലും പുഷ്പങ്കലിനും കാർത്തിച്ചേട്ടനെ ഇഷ്ടാണല്ലേ? എന്നാലും കൂടുതൽ ആരെ ഇഷ്ടം? പുഷ്പങ്കലിനാണോ ഇഷ്ടം? എന്താ? പുഷ്പങ്കൽ എന്നെ മിണ്ടിയില്ലല്ലോ. പുഷ്പങ്കല് അവിടെ ഇനി ഞാൻ അടുത്ത വർഷം പോകുമ്പോ വീണ്ടും അതിനു വേണ്ടി ഞാൻ പറഞ്ഞ ഇഷ്ടമാണ്. ഇപ്പഴേ പറഞ്ഞു വെച്ചതാണല്ലേ. പിഷങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ചിരിക്കുന്ന ആളൊന്നല്ലല്ലോ. പക്ഷെ സരസിതയുടെ പാട്ട് കേട്ടപ്പോഴേക്കും എല്ലാരും പെട്ടെന്ന് ചിരിച്ചു. ചിരിച്ചു. അവിടെ പോകുമ്പോ പേടി ഉണ്ടായിരുന്നോ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കയറിയപ്പോ ക്യാമറയൊക്കെ കണ്ടപ്പോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ധൈര്യമായിരുന്നു. ഈ ഇവിടുത്തെ തൊഴിലുറപ്പുകാരൊക്കെ ഇല്ലേ, നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ എന്റെ അടുത്ത്. ഇവിടെ വന്നപ്പോ പറഞ്ഞു എല്ലാരും. ഞാൻ വന്നപ്പോ അവിടെ എല്ലാരും ഇരിപ്പുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഒരു കോമഡിയില്, ഒരു സ്റ്റാൻഡപ്പ് കോമഡിയില് അവരെയൊക്കെ പറഞ്ഞിട്ടില്ലേ, ലോട്ടറി കച്ചവടം അമ്മൂമ്മക്ക് തൊഴിലുറപ്പ്. അമ്മൂമ്മയുടെ ഫ്രണ്ട്സാ പറഞ്ഞു. തൊഴിലുറപ്പ് ഇല്ല, ചുമ്മാ കോമഡി ആക്കിയതാണോ? അമ്മൂമ്മക്ക് ഇവിടെ ജോലി. എവിടെ? ആശുപത്രിയില് ജോലി. ഇതിന്റെ ഇടയിലില്ലേ അമ്മയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായല്ലോ. താങ്ക് യു. അതൊന്ന് പറയോ ചക്കരെ? ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല അല്ലേ?
എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടി ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഇന്നൊരു കുക്കറി ഷോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കണത് അല്ലേ? ഇന്ന് എനിക്ക് ഉണ്ടാക്കി തരാൻ പോണ എന്താ? ബിരിയാണി. ബിരിയാണി. ബിരിയാണിയും ചിക്കൻ കറിയാണ് അല്ലേ? ചിക്കൻ ബിരിയാണി. അപ്പൊ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ വറുക്കുന്നുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങക്ക് ചിക്കൻ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് അതിനിടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് റൈസ് ആണല്ലേ? അത് പൈസ നമുക്ക് സാധനങ്ങൾ. ബിരിയാണിയുടെ റൈസ് അല്ലേ? തുടങ്ങാപ്പ എന്നാ തുടങ്ങിക്കോ. എനിക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അരിയാൻ പേടിയുണ്ടോ? ഓഹോ, കൈ മുറിയത്തില്ലല്ലോ. എന്നാ തുടങ്ങിക്കോ. വീട്ടിലൊക്കെ സഹായിക്കാറുണ്ടോ എല്ലാരും? സഹായിക്കാറുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടില്? എല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ചുമ്മാ ഉണ്ടാക്കും. ഞാൻ ഇതിന്റെ അകത്ത് ഇടാനുള്ള സാധനം ഓ ശരിയാ, മറന്നുപോയിട്ടോ. എന്നിട്ടേ പിന്നെ സ്കൂളിലൊക്കെ എന്തെന്നാ പറയണേ? അംഗനവാടിയിലാണോ അതോ എവിടെ? ആശാട്ടിയമ്മ എടുത്താണോ പഠിക്കണേ? ഈ തമ്പാട്ടി എന്ന് പറഞ്ഞ ആരാ? തമ്പാട്ടിന്നാണല്ലേ വിളിക്കണേ? അങ്ങനെ വിളിക്കണാണോ ഇഷ്ടം? ഇതാരാ പേരിട്ടെ? പപ്പയും അമ്മയാണോ പേരിട്ടെ? എങ്ങനെ വിളിക്കണതാ ഇഷ്ടം? അപ്പൊ തമ്പാട്ടിന്ന് വിളിക്കണല്ലേ? വിളിക്കും. ഭയങ്കര സ്നേഹം കൂടുമ്പോഴാണോ വിളിക്കുക? എന്ത് കഴിക്കാനാ ഇഷ്ടം? ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോ എത്ര മണിക്ക് പോകും? ചിലപ്പോ ഈ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ സെലിബ്രിറ്റി ആന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വരാറുണ്ടോ? എന്താ പറയാ അവരുടെ അടുത്തൊക്കെ? ഞങ്ങള് ഉടുപ്പ് മേടിക്കാൻ പോയപ്പോഴേ ഒരു കുഞ്ഞും ഒരു ആന്റിയും കൂടെ അവിടെ ഇരിക്കുക. ആ ആന്റിയും കുഞ്ഞും കൂടെ ഇരുന്നപ്പോഴേ ഞങ്ങള് ആ ആന്റി പറയാ സരസ്യമോളല്ലേന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പൊ ഫോട്ടോ എടുത്ത്. അപ്പല്ലേ ആ പാട്ട് എപ്പോഴും ഇഷ്ടമാക്കും വാവയ്ക്ക്. എന്നെ ചക്കര പുണ്ണാണി. ഞാൻ ചക്കര പുണ്ണാണി അമ്മ പറയാപ്പോ മോളൊന്ന് പാടി നോക്കി ചക്കര പുണ്ണാണി. ഞാൻ ഇങ്ങനെ ഉറങ്ങായിരുന്നു. ഞാൻ ചക്കര പുണ്ണാണി പാടിപ്പോ ചിരിച്ച് എണീറ്റ് നോക്കിയല്ലേ? ആ പാട്ട് എനിക്കൊന്ന് പാടിത്തരും. ചക്കര പുണ്ണാണി, പാപ്പത്തിനും പുണ്ണാണി, പാലക്കുടിക്കും പുണ്ണാണി, ചോറ് തിന്നും പുണ്ണാണി, പുണ്ണാണി പുണ്ണാണി പുണ്ണാണി. ഇതൊക്കെ ആരെ പഠിപ്പിച്ചെന്നെ? പപ്പയാണോ പഠിപ്പിച്ചെന്നെ? അപ്പൊ ഈ അംഗനവാടി പോകുമ്പോ എന്തൊക്കെ പഠിക്കാറുണ്ട് അവിടെ? അരി ശ്രീ ഗണപതി നായേ നമ എല്ലാം പഠിക്കുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞേ. അരി ശ്രീ ഗണ എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? ഓ അടിപൊളി. അപ്പൊ പിന്നെ 1 2 3 4 1 2 3 4 ഒക്കെ അറിയോ? അറിയോന്ന് പറഞ്ഞേ. ഓക്കെ, എത്ര വരെ അറിയാം? 1 2 3 4 5 6 7 8 9 10. ABC പറ. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഇങ്ങനെയാണോ? അല്ല, സെറ്റ്. അറിയത്തില്ലേ? സോറി, ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ഛൻ ഇതൊക്കെ പഠിപ്പിച്ചു തരുമ്പോഴേ മടി കാണിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? മടിയൊന്നുമില്ല. ഭയങ്കര ഉത്സാഹമാണോ പഠിക്കാൻ? ഭയങ്കര ഹാപ്പി ആണല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്താടാ പറയണേ? ഫ്രണ്ടൊക്കെ സൂപ്പറാന്ന് പറയും. അവരൊക്കെ എല്ലാ എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? പറയാനൊന്നും ഇങ്ങോട്ട് പറ. എന്താ ചെല്ലാനൊന്നും പറയത്തില്ല അവരൊന്നും. ഒന്നും പറയില്ലേ? കാര്യം പറയത്തില്ല. പക്ഷെ എന്നോട് ചിലപ്പോഴൊക്കെ
ഇങ്ങനെയൊക്കെ പറയും. ആർക്കറിയാം എങ്ങനെയൊക്കെയാ പറയുന്നുണ്ട്. സ്റ്റാർ ആണ് അവിടെ നിന്നാ കേക്കണേ. ആണോ? ആ ആശാട്ടിയമ്മ അടുത്തല്ലേ പഠിക്കണേ? ഞങ്ങൾ അവിടെ പോയിട്ടാ വന്നത്. കള്ളം പറയുന്നു. ശരിക്കും കള്ളം. ശരിക്കും അമ്മ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ അവിടെ പോയപ്പോ പറഞ്ഞു ഇവിടെ മിടിക്കാണ്. അല്ല, എനിക്കറിയാം, അമ്മയാ പറഞ്ഞു തന്നെ. ആ ശീമാട്ടിയമ്മ എല്ലാം പറഞ്ഞു തന്നെ. ശീമാട്ടിയമ്മയാണല്ലേ? ആശാട്ടിയമ്മയല്ല? അല്ല, ചിരിപ്പോയി. ആ അപ്പൊ ശീമാട്ടിയമ്മ. ഞാൻ മറന്നുപോയി പേര് മറന്നുപോയതാ. കൊഴപ്പില്ലല്ലോ? കൊഴപ്പില്ല. ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഷൂട്ടിനൊക്കെ പോകുമ്പോഴേക്ക് ഉറക്കമൊക്കെ എങ്ങനെയാ? ബുദ്ധിമുട്ടാവാറുണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെയാ അതൊക്കെ ശരിയാക്കുന്നേ? ഉറക്കമൊക്കെ ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്റെ പപ്പയും മമ്മിയും വിളിക്കുമ്പോ ഞാൻ എഴുന്നേക്കും. എന്നുവെച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് റെഡിയായി മുഖം കഴുകിയിട്ട് പോകും. ചെല്ലും. ഓർമ്മ നിക്കോ അവിടെ? എല്ലാരും കാണുമ്പോഴേക്ക് ഇനി മറന്നൊക്കെ പോവാറുണ്ടോ? ഇല്ല, ആരും മറന്നിട്ടില്ല എന്നെ. മോനെ മറക്കില്ല എന്നല്ലടാ, അവിടെ ചെല്ലുമ്പോ സ്റ്റാൻഡപ്പ് കോമഡി മറന്നു പോവാറുണ്ടോ? ഇല്ല. ഓർമ്മ ഉണ്ടാവുമല്ലോ അവിടെ ചെന്നാലും. ഇനി എങ്ങാനും മറന്നു പോയാലോ? ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഓർമ്മയൊന്നും ഇല്ല. എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പഠിക്കും? ചിലപ്പോഴൊക്കെ. ആരെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കേൾപ്പിക്ക? പപ്പേനെയാണോ കേൾപ്പിക്ക? കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ. ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മഴവിൽമാരായ്മ പോയോണ്ടല്ലാരും എന്നെ അഭിനയിക്കുന്നത്. ആണല്ലേ? മഴവിൽ മനോരമയില ഞങ്ങളും കണ്ടത്. എന്തോരം ആൾക്കാരെ കണ്ടിട്ട് കമന്റ് ഒക്കെ ഇട്ടേക്കണേന്നറിയോ യൂട്യൂബിലൊക്കെ? മോളെ കാണണോന്നൊക്കെ പറയുന്നുണ്ട്. ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ കണ്ട ആൾക്കാർക്ക് ഒരു ചക്കര ഉമ്മ കൊടുക്കോ? തിരിച്ച് ക്യാമറ നോക്കി പറഞ്ഞേ. ആർക്കാന്നും കൂടെ പറ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചക്കര ഉമ്മ എന്ന് പറ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചക്കര ഉമ്മ. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. സന്തോഷായിട്ടുണ്ടാവും എല്ലാവർക്കും. ശരിയാ. സന്തോഷം ഉണ്ടാക്കി കാണും. ഇപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണേ? ചിക്കൻ വറുക്കണല്ലേ? ഇതൊക്കെ അരിയണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മേനെ വിളിച്ചിട്ടേ ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എന്ത് പറയണ്? അച്ഛൻ എവിടെ പോയി? പപ്പ ജോലിക്ക് പോയി. പപ്പ ഇവിടെ നിക്കാൻ പറഞ്ഞില്ല? ജോലിയുണ്ട്. എനിക്ക് ബമ്പർ അടിച്ചപ്പോഴാ പപ്പയ്ക്ക് പ്രമോഷൻ ആയത്. ബമ്പർ അടിച്ചപ്പോഴാണോ പ്രമോഷൻ ആയത്? പപ്പ പറഞ്ഞായിരുന്നു. ഈ ബമ്പർ അടിച്ചപ്പോ എന്തായിരുന്നു? സന്തോഷായോ കുട്ടിക്ക്? എനിക്ക് സന്തോഷമായി. എന്താ പറയണേ എല്ലാരും? സൂപ്പറാണെന്ന് പറയും. ഇവിടെയുള്ള അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞത്? അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ? അയ്യോ, അമ്മുമ്മയും അപ്പൂപ്പനൊക്കെ എന്നോട് പറയുന്നുണ്ട്. എന്ത്? അമ്മുമ്മയും അപ്പൂപ്പനൊക്കെ എന്തിയേ? അപ്പൂമ്മനെ അപ്പൂപ്പനെ എല്ലാം പറയുവാണല്ലോ എന്ന് പറയും. അമ്മുമ്മ അപ്പൂപ്പനൊക്കെ എന്തിയാ? അവരുടെയൊക്കെ കഥയൊക്കെ പറയണ ശരി തന്നെയാണോ? ഈ പഴം കടിച്ചപ്പോഴേക്കും ശരിയല്ല, കോമഡി പറഞ്ഞത് അമ്മയൊക്കെ. കോമഡി പറഞ്ഞെന്നാണോ? അപ്പൊ അമ്മുമ്മ അപ്പൂപ്പനൊന്നും പറഞ്ഞില്ലേ ഞങ്ങളിങ്ങനെ പറയല്ലേ തമ്പാട്ടിന്നൊന്നും? പറയല്ലേ തമ്പാട്ടിന്നൊന്നും നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ എടുത്തു തരാം. അത് ചിക്കനോ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ചിക്കൻ ബിരിയാണി? ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ചിക്കൻ ബിരിയാണി? ആർക്കെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കാ വെച്ചു കൊടുത്തേക്കുന്നേ? എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച എനിക്ക് സ്പെഷ്യൽ ആയിട്ട് വെച്ചു തന്നാന്ന്. തരും. എന്ത് ഉണ്ടാക്കാനാ ഇഷ്ടം? എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം. ഇനി എനിക്കൊരു പാട്ട് പാടി തരുവോ? ഏത് പാട്ടാ അറിയുന്നേ? അത് പാടി നമ്മള്. ഇനി എനിക്കൊരു കോമഡി പറഞ്ഞു കേൾപ്പിച്ചു തരുമോ? മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയിലെ ചെറിയൊരു
ഞാൻ വിഷമായി. ഞാൻ എവിടെ നിന്ന് വന്നാന്നറിയോ ഇത് കേക്കാൻ വേണ്ടി? അറിയത്തില്ല. ഒന്ന് ഓർക്കടാ. വീടോടാ? ദൂരെയാ. ഒരെണ്ണം ആലോചിക്കോ? അപ്പൂപ്പന്റെ അമ്മയുടെ അമ്മമ്മയുടെ ഓർമ്മയില്ലേ? ഒന്നും ഓർമ്മയില്ല? ഇല്ല. മറ്റേ എന്തെന്നാ അമ്മ അമ്മ ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ച അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞതാ. ആ അതൊന്ന് പറയോ? ആ അതൊന്ന് പറയോ? എന്റെ പേര് സരസിത ഷിജു എന്നൊക്കെ പറഞ്ഞിട്ട് വേണേ പറയാം. നല്ല രസം അത് കേക്കാൻ. എടാ പറയടാ കണ്ണാ, പ്ലീസ് പ്ലീസ്. ഞാൻ കേപ്പിച്ചെന്നാ ഓർക്കോ? ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചെന്നാ. ഈ ഇടയ്ക്ക് ബമ്പർച്ചിരിയില് ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നില്ലേ? അമ്മയുടെ ഒരു ബ്യൂട്ടീഷ്യൻ എപ്പിസോഡ്, ഒരു സ്റ്റാൻഡപ്പ് കോമഡി. അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞുതരോ? ചേച്ചിപ്പണ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ. സുന്ദരിയായിട്ട് ഇരിക്കുന്ന കായ് പറഞ്ഞപ്പോലെ ഞാനൊരു കായ് ഓർത്ത് മഞ്ജു ചേച്ചി. അമ്മയുടെ സൗന്ദര്യം, എൻ്റെ അമ്മയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ. സൗന്ദര്യം വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. എൻ്റെ അമ്മ സൗന്ദര്യം വരുത്താനുള്ള ശ്രമത്തിലാണ്. എൻ്റെ അമ്മ വീട്ടിലൊരു സാധനം മേടിച്ചോണ്ട് വരാൻ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. സാമ്പാർ വെക്കാനാണ് പച്ചക്കറി മേടിച്ചോണ്ട് വന്നാൽ തക്കാളി ഓക്കെ സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി മേടിച്ചോണ്ട് വന്നാൽ തക്കാളി എടുത്ത് കണ്ണീർ വെക്കും, മുരിങ്ങയ്ക്ക എടുത്ത് മോന്തയ്ക്കരിക്കും, ബീറ്റ്റൂട്ട് ചുണ്ടിത്തേക്കും, കിഴങ്ങെടുത്ത് കണ്ണീർ വെക്കും. എന്തിനു പറയുന്നു, മത്തങ്ങെടുത്ത് മണ്ടേ വരുതേക്കും എൻ്റെ അമ്മ. എൻ്റെ പിഷുങ്കളെ ചേച്ചി, എൻ്റെ അമ്മ വന്ന് കരിക്ക് വെള്ളത്തിലാണ് എൻ്റെ അമ്മയുടെ കുളി. പപ്പ പേടിച്ച് ചിക്കനും ബീഫും ഒന്നും വൈകത്തില്ല. അങ്ങനെ അരച്ച് മുഖത്തിട്ടാലോ. ഇടയ്ക്ക് പപ്പ 5 കരിമീൻ മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾക്ക് ഒരെണ്ണേ വറുത്തുള്ളൂ. ബാക്കി 4 ഞാൻ നോക്കിയപ്പോ 4 നമുക്ക് കാതിലിട്ടോണ്ട് നടക്കണം. എന്തെല്ലാം കാണണം എൻ്റെ ദീപങ്ങളെ. യൂട്യൂബിൽ ആരോ പറഞ്ഞ് രാത്രി ചോര അരച്ചിട്ട് മുഖത്ത് തേച്ചാൽ മതി, ചുമന്ന് തുടക്കുമെന്ന്. തുടക്കും നേരം വിളക്കും. ആ വേട്ടാളിയും വെളുക്കും നേരം വിളിക്കും അതല്ലേ? വെളുക്കും നേരം വിളിക്കും. ആ വേട്ടാളിയും പറയാം നേരം വിളിക്കും. ചേച്ചി, അമ്മ ഒരു ദിവസം ചൊറിയൻ ചേമ്പ മരിച്ചു മൂത്ത് വെച്ച്. അമ്മ രാവിലെ കണ്ണാടി കൂടെ നോക്കിയപ്പോരെ അമ്മയെന്ന് അന്തിച്ചു പോയി. അമ്മയുടെ മുഖം ചൊറിഞ്ഞ് തിണത്ത് ഇപ്പൊ പൊട്ടാബസിന്റെ പോലെ മുഖം ഇങ്ങനെ ഇരിക്കണം. എന്തെല്ലാം കാണണം എൻ്റെ ദൈവങ്ങളെ. അടിപൊളി. ഇതൊക്കെ ഓർമ്മ നിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓർമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ ഇടക്കിടക്ക് ഞങ്ങൾക്കൊന്ന് മാറുന്നുണ്ടായിരുന്നു. പിശുവങ്കളും മഞ്ജു ചേച്ചിയൊക്കെ ഇടക്കിടക്ക് വന്നു. അവരൊക്കെ വിളിക്കാറുണ്ടോ കണ്ണാ? മഞ്ജു ചേച്ചിയൊക്കെ വിളിക്കോ? വിളിക്കും. എന്ത് പറയോ അവര്? സുഖാണോന്നൊക്കെ ചോദിക്കോ? ഇഷ്ടാണോ അവരെ? ഇഷ്ടാണ്. നമുക്ക് ബിരിയാണി വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അമ്മേനെ വിളിച്ചാലോ? വിളിക്കട്ടെ? ബിരിയാണി വെക്കുവാണോ? ബാക്കി ചിലപ്പോ അമ്മ വെക്കുമായിരിക്കും. വിളിക്കട്ടെ? ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിക്കാം അല്ലേ? നമുക്ക് പ്ലേറ്റ് ഇല്ല, അതിന്റെ അകത്ത് തന്നെ കൊടുക്കാം അല്ലേ? ഇത് ഇലയില് കൊടുക്കാം. അതാണ് ഒരു മര്യാദ അല്ലേ? ഇത് ചിക്കൻ, ഇത് ബിരിയാണി. ഇനി അതെന്താ? സാലഡ്. രണ്ടും കൂടെ. പപ്പടം മാത്രം ഇല്ല അല്ലേ? പപ്പടം ഇല്ല. ഇവിടെ കയറി ഇരിക്കാമോ? 2 ചിക്കൻ കൊടുക്കാം. 3 ചിക്കൻ. ഒരു ചിക്കൻ തമ്പാട്ടിക്ക് വേണ്ടേ? അമ്മക്ക് കൊടുത്തേക്കാം അല്ലേ? സ്നേഹാണോ? അമ്മേനെയാണോ അച്ഛനെയാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. അമ്മേനെ വിളിക്കട്ടെ? അമ്മേനെ വിളിക്ക്. അമ്മേ, തമ്പാട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ. ബിരിയാണി കഴിക്കാനല്ലേ? എടുത്തു കൊടുക്ക്. എടുക്കട്ടെ? കൊടുക്കട്ടെ? എങ്ങനെയുണ്ട്? കുട്ടിയാ യൂണിവേഴ്സിലേക്ക് വന്നു. ചിക്കൻ അത് ബിരിയാണി, അത് ഫ്രീ ഫ്രൈ.
ഓ ഇതിന്റെ ഇടക്ക് ബീഫൊക്കെ ഞാൻ അറിഞ്ഞില്ല ബീഫൊക്കെ ഉണ്ടാക്കിയത്. അടിപൊളിയല്ലേ? പിന്നല്ല, പക്ഷെ പൈസ എന്നാലേ തരുള്ളൂ കേട്ടോ. ആ പൈസ ഇല്ലല്ലോ, പപ്പ വരുമ്പോഴേ ഉള്ളു കാശ്. മോള് തന്നെ പൈസ തരും. എത്ര രൂപ അത്? ബാക്കിയും കൊടുത്തു. ഓഫ്, ഇനി എന്ത് വേണം? ഒരു ഹോട്ടലൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ടോ? ഇനി എങ്ങനെയായിരുന്നു ബമ്പർ ചിരിയിലേക്കുള്ള എൻട്രി? ആദ്യമേ ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു. ഇപ്പൊ ഫാമിലി ആയിട്ട് വിളിക്കുന്നില്ല. അതുപോലെ ഞങ്ങൾ പോയത് അന്ന്. ഫാമിലി ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് ഇയാള് കുറെ നടന്മാരുടെയൊക്കെ നമ്മുടെ കോമഡിയൊക്കെ പറയുന്നവരുടെയൊക്കെ ഡയലോഗൊക്കെ കാണാതെ പറയുകയൊക്കെ ചെയ്ത് പിന്നെ പാട്ടൊക്കെ പാടി അങ്ങനെ. അത് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്പർ വെളി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് 2 മിനിറ്റ് എന്തെങ്കിലും സ്റ്റാൻഡപ്പ് ചെയ്യിക്കാൻ അയക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങള് 2 മിനിറ്റ് സ്റ്റാൻഡപ്പ് കുറച്ചെന്തോ ഒന്ന് ഇയാള് പറഞ്ഞത് അയച്ചു കൊടുത്തു. പിറ്റേ ആഴ്ച തന്നെ ഞങ്ങള് സെലക്ട് ആയെന്ന് പറഞ്ഞ് വിളിച്ചു. എങ്ങനെ സെലക്ട് ആവാതിരിക്കും? ആ ജനാർദ്ദനൻ കാച്ചിക്കേ നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ അടിച്ചടിക്കടാ അവന്റെ കാല്. ആര് ജനാർദ്ദൻ? നസീർക്ക. ഓ ഇനി വേറെ എന്താ പറയുന്നേ? ഞാനിത് കേട്ടിട്ടില്ലല്ലോ. നിന്നെയല്ല അവനെ മാക്കുട്ടിക്ക്. എന്താ നീ എന്തിനാ പഠിക്കുന്നേ? നീ എന്തിനാ പഠിക്കുന്നേന്ന്? നീ ഒരു പഠിച്ചിട്ടും ആവശ്യമില്ല. ഇവിടെ കോളേജിൽ പോയി. അയ്യേ ദാസപ്പോ എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ. എന്റെ പേമാത്തി എന്തെങ്കിലും ബന്ധികേടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടുറുമ്പ് ചേട്ടാ. ഇതാണ് സെലക്ട് ചെയ്തതല്ലേ? പിന്നെ പാട്ട് പിന്നെ കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്തു അവരോട്. അങ്ങനൊക്കെ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ അവിടെ ചെല്ലുന്ന ആദ്യത്തെ സ്റ്റാൻഡപ്പ് ആയിട്ട്. ചേച്ചും കൂടെ ഞാൻ കഴിച്ചില്ലല്ലോ. വായിൽ വെച്ച് തരുമോ? ശരിക്കും വായിലൊക്കെ അടിപൊളി, വേറെ ലെവല്. ഞാൻ ഇതുപോലെ ഒരു ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. അടിപൊളിയായിട്ടുണ്ട്. മറന്നു പോവും. അത് അടച്ചു വെച്ചോട്ടോ, ഒന്നും കേറി ഇരിക്കണ്ട. കുറച്ചേരം കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ആ യൂണിവേഴ്സിലേക്ക് അങ്ങ് പോയി അല്ലേ? ഈ സ്കൂളിലൊക്കെ എന്താ പറയുന്നത്? സ്കൂളിലൊക്കെ ലീവൊക്കെ കിട്ടാറുണ്ട്. അക്ഷരം പഠിക്കുന്നിടത്ത് അവിടെ 3 പേരെ, അവര് 4 പേരേ ഉള്ളു. കൊഴപ്പൊന്നുമില്ല, അടിപൊളിയാന്നൊക്കെ പറയും. പിന്നെ ആശാട്ടിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആശാട്ടിയമ്മയ്ക്ക് അയാൾ അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ പോയതൊക്കെ ആശാട്ടിയമ്മ പറയാം എന്റെ ഭാഗ്യം കണ്ട ഇങ്ങനൊക്കെ. ആശാട്ടിയമ്മ എടുത്ത് എന്ന് കഴിഞ്ഞപ്പോ അയാൾ ഈ സ്റ്റാൻഡപ്പിനൊക്കെ പോകാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ വന്ന്. അപ്പൊ ആശാട്ടിയമ്മ പറയാം എന്റെ ഭാഗ്യം കൊണ്ടാന്നാ പറയുന്നത്. ആശാട്ടിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതെങ്ങനെ പഠിക്കുന്നേ? അതായത് അവിടെ ചെന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പേടിയൊക്കെ വരില്ലേ ഈ ഒരു പ്രായത്തിലൊക്കെ? അല്ല ഇത് ഇവിടെ ഏട്ടനാ മൊത്തം എഴുതുന്നത്, കോമഡി മൊത്തം എഴുതുന്നത്. ചേട്ടൻ എന്താ ചെയ്യണേ? പ്രമോഷനായി. ഏത് സമയത്താണ് പ്രമോഷനാണ്? എപ്പോഴാ കിട്ടിയത്? ബമ്പർ അടിച്ചപ്പോഴാ കിട്ടിയത്. ഈ ബമ്പർ അടിച്ചപ്പോ എന്തായിരുന്നു ഇവിടത്തെ ആഘോഷവും പരിപാടികളൊക്കെ? ഭയങ്കര അവിടെ എന്തുവായിരുന്നു ബമ്പർ അടിച്ചപ്പോ? എന്തുവായിരുന്നു ഫ്ലോറിൽ? എന്തുവായിരുന്നു സന്തോഷം കൊണ്ട്? അപ്പൊ സന്തോഷം കൊണ്ട് കരഞ്ഞ് അമ്മയുടെ കരഞ്ഞോണ്ട് അമ്മയുടെ മേക്കപ്പും പോയി, എല്ലാം പോയി. ഞാനും പപ്പ വെറൈറ്റി കരച്ചില്ല. ആണോ? എങ്ങനെയാ? അവര് വെറൈറ്റി കരച്ചില്ല. വെറൈറ്റി കരച്ചിലൊന്ന് കാണിച്ചു തരുമോ? വെറൈറ്റി കരച്ചിലൊന്ന് കാണിച്ചേ. ഇതാണോ വെറൈറ്റി? ഓ അപ്പൊ മേക്കപ്പ് പോകില്ലല്ലോ അല്ലേ? പോകും. എന്ത് മേക്കപ്പ് ചെയ്യാനാ ഇഷ്ടം? ലിപ്സ്റ്റിക് ഇടാനാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ? ലിപ്സ്റ്റിക് ഇടാനാണോ ഇഷ്ടം? പൗഡർ അല്ല. ആരാ അവിടെ ഒരുക്കിയൊക്കെ തന്നെ? മേക്കപ്പ് മാൻ ഉണ്ടോ? എന്താ ചെയ്യാ അവിടെ? അമ്മയാണോ ഒരുക്കി തരാ? ആന്റിമാരൊക്കെയാണോ ഒരുക്കുന്നത് അവിടെ? ഓ ചേച്ചിമാര്. ആന്റിമാരല്ല ചേച്ചിമാര്. അത് കത്തിയാ? മുറിയത്തില്ല. ഓ കൊഴപ്പൊന്നുമില്ല അല്ലേ? മുറിയത്തില്ല.
അവിടെ എങ്ങനെ മഞ്ചേച്ചിയും പിഷാരടി ചേട്ടനും നസീർക്കൊക്കെ ആളവിടെ എങ്ങനെ സപ്പോർട്ടീവും കാര്യങ്ങളും? ഭയങ്കര സ്നേഹമാണ്. മഞ്ചേച്ചി വിളിക്കുന്ന ചച്ചുമ്മയെന്നാ വിളിക്കുന്നത്. എന്റെ ചച്ചുമ്മയെന്നാ പറയുന്നത്. എല്ലാരും നല്ല സ്നേഹമാണ്. ഈ സരസിത എന്നുള്ളൊരു പേര് നമ്മൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ആരെ പേരിട്ട്? ഏട്ടന്റെ അമ്മയുടെ പേര് സരസമ്മയെന്നാ. അപ്പം ഏട്ടൻ അത് വെച്ചോണ്ട് സരസിത മരിച്ചപ്പോഴാണല്ലേ ഇട്ടത്. നല്ല രസാ പറയണേക്കെ. ഈ കോമഡിയും സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ പറയുമ്പോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മ നിക്കാനായിട്ട് എന്താ പറയാ, എപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? പറയിപ്പിക്കും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഏട്ടാണെങ്കിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇയാളെ കേൾപ്പിച്ച് ഇയാൾ ചെവിത്താഴപ്പ് വെച്ച് ഇങ്ങനെ പഠിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇരുത്തി മോനെ അത് ഇത് പറയുന്ന അങ്ങനൊന്നും പറഞ്ഞ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കുറെ സമയം പഠിക്കും, പിന്നെ കുറച്ചു നേരം കളിക്കും, കൂടുതലും കളി, പിന്നെ കുറച്ച് പഠിക്കും. അത് ഇങ്ങനെ കേട്ട് പഠിക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഓടി വന്നിട്ട് പറയും, അപ്പേ ഞാനൊന്ന് പറയട്ടെ സ്റ്റാൻഡപ്പ്. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ നമ്മള് പറയാം പറഞ്ഞോ സാരമില്ല. പിന്നെ അതങ്ങനെ ഓർത്തോർത്ത് വന്നിരുന്ന് പറയുന്നതാണ്. മടിയൊന്നും കാണിക്കാറില്ല? മടിയൊന്നും ഇല്ല. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ ഇടയ്ക്കൊക്കെ ചിലപ്പോ കോമഡി എന്തെങ്കിലുമൊക്കെ കൂടെ ആഡ് ചെയ്യും അവിടെ ചെല്ലുമ്പോ. അപ്പൊ ആദ്യം ഇങ്ങനെ പഠിക്കാന് കുറച്ച് ചേച്ചി പോലെ ചേച്ചിപ്പൻ എല്ലാരും ഞാനേ പറഞ്ഞിട്ട് പോയാ മതി. എല്ലാരും പറഞ്ഞിട്ട് പോയാ മതി അല്ലേ? അപ്പൊ ഞാൻ ഇന്നിവിടെ നിക്കട്ടെ, ഇന്നിവിടെ നിന്നോട്ടെ. അപ്പൊ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ. അപ്പൊ ഞാൻ അകത്ത് എനിക്ക് കൂട്ട് കിടക്കോ? എനിക്ക് പേടി ഒറ്റക്ക് കിടക്കാൻ. രാത്രിയൊക്കെ ആവുമ്പോ എനിക്ക് പേടിയാവും. ഇട്ടേക്കുന്നത്. അപ്പൊ അമ്മ മറ്റേ കരിമീൻ കൊണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ ഒരു വാർത്തയൊക്കെ ഞാൻ അറിഞ്ഞു. ചുമ്മാ പറഞ്ഞ പാവല്ലേ അമ്മ? കോമഡി പറയുന്നതാ. നമുക്ക് തടഞ്ഞു നിർത്തിയാലോ? വേണ്ട അല്ലേ? ചുമന്ന കൊടി കാണിച്ചാ നിർത്തൂന്നാ പറയണേ. കൊടി കാണിച്ചാലേ നിർത്തൂന്നാ പറയണേ. ഈ പാത്രം എടുത്തങ്ങ് കാണിച്ചാലോ? എനിക്ക് പേടിയാ ട്രെയിൻ. എന്നിട്ട് അമ്മേനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയാറുണ്ടോ കൂട്ട് വെട്ടി ഞാൻ മിണ്ടില്ല എന്നൊക്കെ? വഴക്ക് പറയും. പക്ഷെ വഴക്ക് പറയാതിരിക്കുമ്പോ ഞാൻ ഇച്ചിരി ഉമ്മ കൊടുത്താണോ മാറ്റാ? ഞാൻ അമ്മ ഉറങ്ങിയപ്പോ ഞാൻ എനിക്കിനി ഒരു പാട്ടും കൂടി പാടിത്തരുമോ? ഒരു പാട്ട് ഇടക്ക് വെച്ച് ഒരു പഴയ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് ഏതാന്ന് ഒരു പിടുത്തോ? ഞാൻ അത് പാട്. പേരിതൊന്നും കണ്ടതേയില്ലേ പൊന്നാരൂനെ, പേനാണോ നീ, പേരാണോ ഈരാണോ തലയിലെന്ന്, പേനാണോ ഈരാണോ തലയിലെന്ന്, പേനോ നോ പേനുണ്ടോടി നാത്തൂന്റെ തലയിൽ, പേനുണ്ടോടി എന്റെ തലയിൽ, പേനുണ്ടോടി മണ്ട തലയിൽ, പേനുണ്ടോടി മരമണ്ട തലയിൽ, ഒന്നു നോക്കൂ ഒന്നു കുത്തു, പേനിതൊന്നും കണ്ടതേയില്ലേ പൊന്നാര നാത്തൂനെ. അടിപൊളി. താങ്ക് യു. എനിക്കിട്ട് എന്നെ ഞാൻ മണ്ടത്തല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചേച്ചിപ്പണ്ണ രാത്രിയിലെ ചേച്ചിപ്പണ്ണ എല്ലാരോടും സംസാരിക്കുന്ന ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. എപ്പോ? രാത്രിയില്.
ആണ് ചേച്ചിപ്പന്റെ മറ്റേ വേറൊരാടെ ഇത് ചെയ്യുന്നത് ചാനലിനകത്ത് ഇയാളെ കണ്ട ഏട്ടൻ കാണിച്ചു ചേച്ചി പെണ്ണ വരാൻ പോകുന്ന ഞാൻ രാത്രി അതാ ഏട്ടൻ കാണിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ വരുന്നേന്ന്. ആ അത് കൊള്ളാം. അച്ഛൻ പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മള് വരുമ്പോ മിടിക്ക് കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പുതിയ ഉടുപ്പാണോ? നല്ല ഉടുപ്പാണല്ലോ. തയ്ച്ച ഉടുപ്പാണോ? നല്ല ഭംഗിയുണ്ട്. ഞാൻ മേടിച്ചതായിരിക്കുന്നു. ഷൈമോടെ ഒരു മോളുണ്ട്. മോളിൽ ഇതുപോലത്തെ ഉണ്ട്. ഇതുപോലത്തെ ഉടുപ്പുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള ഉടുപ്പാ. ചേച്ചിപ്പന്റെ മാലയാണല്ലേ? വളയോ? ആ വള എനിക്ക്. ഇതൊക്കെ തമ്പാട്ടിയുടെ തന്നെയാണല്ലേ? തമ്പാട്ടിന്ന് ആരാ വിളിച്ചു തുടങ്ങിയേ? ഏട്ടൻ തന്നെ. എല്ലാ ഏട്ടൻ തന്നെയാണ്. എന്നിട്ട് ഏട്ടൻ ഇവിടെ ഇല്ല. അതുകൊണ്ടാ ഉണ്ണിമോളെ വിളിച്ചേ. ഓ അതുകൊണ്ടാ ഉണ്ണിമോളെ വിളിച്ചേ. പപ്പ ഇല്ലാത്ത ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വിഷമം ഒന്ന് കാണിച്ചേ. എനിക്ക് എനിക്കുണ്ടായിരുന്നു, എടുത്തില്ല. ഇത് തന്നേക്കാവോ? തരും. കൊഴപ്പില്ല അല്ലേ? ഞാൻ വിചാരിച്ചു തരില്ല എന്നൊക്കെ പറയുന്നു. ഈ ഇവിടത്തെ ബമ്പർ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോഴേക്ക് ഈ അപ്പനും അമ്മയും കഥാപാത്രങ്ങളൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർക്ക് ഭയങ്കര സന്തോഷമാ. ഞങ്ങള് സ്റ്റാൻഡപ്പ് ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങള് പറഞ്ഞു നിങ്ങൾ കാണണം, നിങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെയാണ് പറഞ്ഞു. പിന്നെ ഈ പ്രാവശ്യം ആണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഈ പ്രാവശ്യത്തെ സ്റ്റാൻഡപ്പിൽ ഇതുപോലെ അപ്പുറത്തെ പ്രീതിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖം ഭിത്തിയിൽ വരയ്ക്കുന്നതൊക്കെ ഞങ്ങള് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കാണണ്ടേ, ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അതിനകത്ത്. ഓരോരുത്തർക്കും ഓരോരോ സർപ്രൈസ് ആണല്ലേ കൊടുത്തേക്കുന്നത്. എവിടെ ഏട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യും, അവിടെ എല്ലാരും പറയാം ഞങ്ങളൊന്നും പറയുന്നില്ല, ഷിജു അത് സ്റ്റാൻഡപ്പ് ആക്കി തമ്പൂസ് എങ്ങനെ ഷൂട്ടിനൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ ലീവൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്? വരത്തില്ല. ഇപ്പൊ അറമസിലായതുകൊണ്ട് ഇപ്പൊ ലീവില്ല. ഇപ്പൊ ഞാനും കുഞ്ഞും പിന്നെ ഏട്ടന്റെ മാമന്റെ മോളുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ഞങ്ങൾ 300 രൂപ പോകും. ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവിടും. പോയി എങ്ങനെയാ ഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോ ബിഹേവ് ചെയ്യാതോ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു ടൈപ്പേ അല്ല അല്ലേ? സെലിബ്രിറ്റി ആയി. അവിടെയൊക്കെ ഈ എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോഴേ ചേച്ചി ഒരുപാട് പേര് വരാറില്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ? അതാ ഫസ്റ്റ് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇയാളെ ഫോട്ടോ എടുക്കാം. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുക, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ ഇയാള് പറയേ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഇയാൾക്ക് അതൊന്നും അറിയത്തില്ല, എന്നെ കുറിച്ചുള്ളത് അറിയത്തില്ല. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് അറിയുന്നില്ല. അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു മോനോടുള്ള സ്നേഹം കൊണ്ട് മോന്റെ സ്റ്റാൻഡപ്പ് ഒക്കെ കണ്ട് ഇഷ്ടമായോണ്ടിരിക്കോ ഓരോരുത്തർ വിളിച്ചിങ്ങനെ ഫോട്ടോ എടുക്കും. ഇയാൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? അറിയത്തില്ലല്ലോ. കളിക്കുന്നതിന്റെ ഇത് വെച്ചോണ്ട് അങ്ങനെ ചോദിക്കും എന്തിനാ അമ്മ എന്നെ എല്ലാരും ഉമ്മ വയ്ക്കുന്നത്? ബിരിയാണി ഒക്കെ മാറ്റി വെക്കട്ടെ, എല്ലാരും കഴിച്ചതല്ലേ. എവിടെ എപ്പോ പോയാലും ഇപ്പൊ തമ്പൂസിനെ അറിയാം. ഏട്ടനെ ഇപ്പൊ എവിടെ ചെന്നാലും സരസിതയുടെ അവിടെ ഇപ്പൊ അറമസിൽ എല്ലാരും തമ്പൂസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇപ്പൊ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ 2 മാസം ഇതേ ഉള്ളു ഏട്ടനെ അവിടെ കയറിയിട്ട്. അപ്പൊ എല്ലാരും തമ്പൂസിനെ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാരും പറയാ അയ്യോ സരസിതയുടെ അച്ഛനായിരുന്നു ഇത്. അയ്യോ ഞങ്ങള് കുഞ്ഞിന്റെ പരിപാടി കാണുന്നതാന്ന് പറയും. ഇനിയിപ്പോ ഷൂട്ടും പരിപാടിയും എന്റെ അമ്മയും പപ്പയും എല്ലാം തിരിക്കും. എന്നെ മാതിരി അമ്മയെ കണ്ട അമ്മയും പപ്പയും കണ്ടിട്ട് എന്നെ നോക്കണേ. ഇതാണല്ലേ സരസ്വത ഷിജു എന്ന് പറയാറുണ്ടല്ലേ എല്ലാരും. ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ സ്റ്റാർ ആയിരിക്കുമല്ലോ കുറച്ചുകൂടി. സ്കൂളിലൊക്കെ ഇനി അഡ്മിഷൻ ഒക്കെ എടുക്കണം. വേറെ സ്കൂളിൽ പോകുമ്പോ വലിയ സ്കൂളിൽ പോവും അല്ലേ? ഇപ്പൊ ഇനിയിപ്പോ അഡ്മിഷൻ എടുക്കണ്ടേ? അഡ്മിഷൻ ഒക്കെ എടുക്കണ്ടേ? അപ്പൊ ഇനിയിപ്പോ അവിടെ പോകുമ്പോഴൊക്കെ ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങള് നിർത്താൻ പോവാണ് അല്ലേ? ഞാൻ എന്നാ പൊക്കോട്ടെ. എനിക്കൊരു പാട്ടും കൂടി പാടിത്തരുവോ? പാട്ട് പാടി തന്നിട്ട് എല്ലാരെയും പരിചയപ്പെടുത്തി തരണം. അപ്പൊ ഒരു പാട്ടും കൂടി പാടിത്തരുവോ ചേച്ചിക്ക്? മന്ദർത്ത പായുന്ന കുതിരയിൽ മാണിക്യ കയ്യൽ തൊടാ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാ.
ഗന്ധർവൻ പാടുന്ന കൊടിയൻ അന്താരം പൂവിട്ട മണയിൽ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ മാനത്തെ മാമന്റെ തടികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം ആകാശ പൊന്നാലിളകളിയായെത്തി തൊട്ടേ വരാം ലാ 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 ലാ
അടിപൊളി. അപ്പൊ ഇവിടെ നിന്നാണല്ലേ പാടാനുള്ള കഴിവ് കിട്ടിയത്? അല്ല, ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ വേറെയും കൂടെ ഉണ്ട്. ആ വേറെയും കൂടി പാടും. ആ ഇനി അമ്മ പാടിയിട്ട് പാടും. മറ്റേത് പാട്. അതെനിക്ക് കാണാതെ അറിയത്തില്ല, അതുകൊണ്ടാണ്. മറ്റേതെന്തുവാ? ഏതാ? തമിഴ് പാട്ടുണ്ട്. ഏതാ? വാനേ ആ അത് പാട് 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 പാട്. വാനേ 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 നാനും മേഘം താനേ എന്നരികിലേ കണ്ണരികിലേ നീ വേണ്ടുമേ മണ്ണരികിലും മുന്നരികിലേ ഞാൻ വേണ്ടുമേ சொல்ல முடியாத காதலும் சொல்லி நடக்காத தேசமும் என்ன முடியாத ஆசையும் உன்னிடத்தில் தோன்றுதே നീതാനേ നേ നേ കൊഞ്ചാലേ ലേ ലേ നാനേയും സെറിപ്പാക്കി നീതാനേ കൊഞ്ചാലേ നാനേയും സെറിപ്പാക്കി. മതി പാടിയത്, ഇത്രയും മതി. ബാക്കി കാര്യങ്ങള് പറയാം. ബാക്കി കാര്യങ്ങൾ പറയാന്ന് അമ്മ മരിയൊക്കെ പാടി വന്നതാ. നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്. എങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെ കൂടുതൽ കളിയും പരിപാടികളാണോ അതോ ഇവിടെ ഇരിക്കാറുണ്ടോ അതോ പുറത്തേട്ടൊക്കെ പോയി ഇങ്ങനെ കറങ്ങടിച്ചെടുക്കാനോ? ഇവിടെ ഞങ്ങള് ഏട്ടനും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞങ്ങള് മൂന്നുപേരും ഞങ്ങള് പാട്ട് ഡാൻസ് ഞങ്ങളിവിടെ കൂടുതൽ അടിപൊളിയാ. ഓ വൈബാണ്. എപ്പോഴും അയാൾക്ക് പുറത്ത് വേറെ കൂട്ടുകാരൊന്നും ഇരുന്നുള്ള വിഷമമൊന്നുമില്ല. ഞങ്ങള് തന്നെ കൂട്ടുകാരാണ്. ഞങ്ങള് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടനാ വൈകുന്നേരം തൊട്ട ഏട്ടന്, പകല് മൊത്തം ഞാനും. പിന്നെ ഞങ്ങള് മൂന്നുപേരോട് അടിച്ചു പൊളിയാ. രസം. ഇനിയിപ്പൊ എപ്പോഴാ ഷൂട്ടൊക്കെ? ഷൂട്ടിന് ഈ ഷെഡ്യൂൾ പോണ്ടതായിരുന്നു. ഇനി അടുത്തത് 27-ാം തീയതി തുടങ്ങും. പോണ്ടേ? ഇനി തിരക്കാവില്ലേ? തിരക്കാവൂല്ലേ? തിരക്കാവത്തില്ല. ബസ്സിലാണെങ്കിൽ ബസ്സിൽ പോകുന്ന കാര്യമല്ല, ഷൂട്ടിന് പോകുമ്പോ തിരക്കാകത്തില്ലയോന്നാ ചോദിച്ചത്. ഇല്ല കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ വിളിച്ചാലൊക്കെ ഫോൺ എടുക്കോ? എടുക്കോ? ആ നമ്പർ അമ്മ എടുത്തുണ്ട്. അമ്മയുടെ നമ്പറും എന്റെ അടുത്തുണ്ട്. നമ്പർ എന്തെങ്കിലും ഉണ്ട്. ഇടക്ക് വിളിക്കണം കേട്ടോ എന്നെ. അപ്പൊ എനിക്കൊരു ചക്കര വന്നേ. ഓ വന്നടാ വന്നു. ഓ വയ്യ. അപ്പൊ ഞാൻ പൊക്കട്ടെ. ഇനിയിപ്പൊ അടിപൊളിയായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യണം കേട്ടാ. ഇനി എത്ര ബമ്പർ അടിക്കും? ഇനി കൊറേ ബമ്പർ അടിക്കില്ലേ? ഇപ്പൊ ഒരു ബമ്പർ അല്ലേ അടിച്ചത്? ഇനി എത്ര കൊറേ ബമ്പർ അടിച്ചിട്ട് 10 ബമ്പർ അടിക്കും ഞങ്ങള്. പറഞ്ഞേ 10 ബമ്പർ അടിക്കും. 10 ബമ്പർ അടിച്ചിട്ട് ഞങ്ങള് വരുള്ളൂ അല്ലേ? എല്ലാവർക്കും ചക്കരുമ്മ അല്ലേ? അപ്പൊ സെറ്റ്. ടാറ്റാ ടാറ്റാ. ശരി.